ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈഗസ് വിഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടും സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങൾ നിങ്ങൾക്കായി കാണിച്ചു തരാൻ പോകുന്നത് വവനാപുരത്തുള്ള സെന്റ് ജോസഫ് ചർച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. ഞങ്ങളുടെ പല വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ചർച്ചാണ് ഈ വാവനപുരം ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളതൊന്ന് ഫുള്ളായിട്ട് ഒരു ചെറിയ വീഡിയോ കുരിശടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു ലോറിക്കാരൻ ഇത് പിന്നീട് പണിഞ്ഞു കൊടുത്താണ്. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം മാത്രം അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ചെറിയൊരു കുരിശടിയായിരുന്നു. പിന്നീട് അവർ എന്ന് പറഞ്ഞാൽ ഒരു ലോറി ഡ്രൈവർ ഇതിലേ പോയപ്പോൾ പുച്ഛിച്ച് പോവുകയും പിന്നീട് അദ്ദേഹത്തിന് രക്ഷയായി നിന്നത് ഇവിടുത്തെ മാതാവാണ്. കാരണം വണ്ടി എന്തോ മറിഞ്ഞ സമയത്ത് മാതാവെ എന്നെ രക്ഷപ്പെടുത്തണം എന്തോ എന്ന് നിലവിളിച്ച സമയത്താണ് അത് ശരിയായത് എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവര് ആ ഡ്രൈവറാണ് രണ്ട് സൈഡിലും ഇത് കെട്ടിക്കൊടുത്തത് ഞാൻ കേട്ടിട്ടുണ്ട്. കറക്റ്റ് എങ്ങനെയാണ് സത്യം എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. അറിഞ്ഞൊരു അറിവ് അറിഞ്ഞൊരു കാര്യം കേട്ട അറിവ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇത് നമ്മളിങ്ങനെ പറഞ്ഞ് കേട്ട് അങ്ങനെ ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരു എന്താണ് ഒരു സംസാരം ഇടയ്ക്ക് അങ്ങനെ വന്നു. നമ്മൾ എവിടെയോ ഇരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സംസാരം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പള്ളി ഇതെന്ന് പറയുമ്പോഴത്തേക്ക് പഴയ പള്ളി അതേ അതേ രീതിയിൽ തന്നെ വെച്ചുകൊണ്ട് പുതുക്കി പണിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പള്ളി. 1953 ഈ പള്ളി വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് പള്ളി പൂർണ്ണ ഈ പള്ളി രൂപം കൊള്ളുന്ന 1953 പക്ഷേ ഈ ഇടയ്ക്ക് ഏകദേശം ഒരു 7 കൊല്ലത്തിനിടയ്ക്ക് വെച്ച് ഈ പള്ളി ഒന്ന് പുതുക്കി പണിഞ്ഞിട്ടുണ്ടായിരുന്നു. പുതുക്കി പണിഞ്ഞപ്പോഴത്തേക്ക് ടൈലിടുകയും ഇതെല്ലാം ഇതുപോലെ തന്നെ പഴയതെല്ലാം അതുപോലെ തന്നെ വെച്ചുകൊണ്ട് ടൈലിട്ട് അകത്തുമെല്ലാം വൃത്തിയാക്കി ഏതാണ് നമ്മുടെ അതകത്ത് അച്ഛൻ നിൽക്കുന്ന ഏരിയ അവിടെ മൊത്തത്തിലൊക്കെ നല്ല ടൈലൊക്കെ ഇട്ട് അൾത്താരയൊക്കെ നല്ല പുതിയ രീതിയിലൊക്കെ ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിത് പള്ളിയുടെ മുമ്പ് നിൽക്കുമ്പോഴത്തേക്ക് കാണുന്ന വ്യൂ ആണ് കേട്ടോ. നമ്മുടെ പള്ളിയിൽ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ താഴ്ഭാഗം കാണുന്നതാണത്. ഇതാണ് പള്ളി കണ്ടോ, അടിപൊളി, വളരെ മനോഹരമായ പള്ളി. പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് പുതിയ രീതിയിൽ മോടിയൊക്കെ പിടിപ്പിച്ച ഒരു പള്ളിയാണ്. പഴയ വഴിയാണ്, പക്ഷേ പുതിയൊരു വഴി, വണ്ടി വരാനുള്ള സൗകര്യം അപ്പുറത്തൂടെ പിന്നെ നല്ല പാർക്കിംഗ് സൗകര്യം എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതിപ്പോ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ ഇവിടെ ഒരു നേഴ്സറി ഉണ്ടായിരുന്നു. നേഴ്സറിയൊക്കെ പൊളിച്ചു മാറ്റിയായിരുന്നു. നേഴ്സറിയൊക്കെ പിന്നെ ഈ പള്ളിയിലല്ലേ അപ്പുറത്ത് തൊട്ടപ്പുറത്തൊരു പള്ളിയിലെ അല്ല, ഈ പള്ളിയിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അപ്പുറത്ത് നമ്മുടെ സിസ്റ്റേഴ്സിന്റെ ഒക്കെ ഒരു മഠമുണ്ട്. അപ്പൊ അവിടെ ശാന്തിഭവൻ എന്ന് പറഞ്ഞ ഒരു സ്കൂളും ഉണ്ട്. അത് മുമ്പ് പറയുന്നത്. അതെ, മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ കുരിശടിയിരിക്കുന്നതിന്റെ ബാക്ക് ഭാഗത്തായിട്ടായിരുന്നു നമ്മുടെ സ്കൂള് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് കല്യാണങ്ങളൊക്കെ അവിടെ വെച്ച് നടത്തിയിട്ടുള്ളതാണ്. ഇതിപ്പോ അതാണ് കേട്ടോ പള്ളി. പുതുതായിട്ട് പണിത ഒരു ചെറിയ കുരിശടി. പിന്നെ നമ്മുടെ കുരിശടി ഇതും പുതുക്കി പണിഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് വേറെ ഒന്നും മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ വെച്ചുകൊണ്ട് നമ്മളെ ഫ്രണ്ടൊക്കെ ടൈലൊക്കെ ഇട്ട് നല്ല ഗ്ലാസ് ഒക്കെ വെച്ചു. പിന്നെ ടോപ്പ് ഷീറ്റ് അടിച്ചായിരുന്നു. പിന്നെ തറ ഓടൊക്കെ ഇട്ടു. ഒരു കൽവിളക്ക് വെച്ചു. പിന്നെ വെളിയിലോട്ട് കുറച്ച് കല്ലിറക്കി കെട്ടി. പിന്നെ സൈഡ് നമ്മുടെ ചെറിയൊരു ഗേറ്റൊക്കെ ഇട്ടു സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിവിടെ ഇവിടെ പ്രാർത്ഥനകൾ നടത്താനും എല്ലാത്തിനുമായിട്ടാണ്. നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഷോർട്സിലൊക്കെ ഒരുപാട് തവണ രാത്രി പോയി ഇരിക്കുന്ന സ്ഥലമാണ്. സമാധാനം തേടി നല്ല രസമാണ് ഇവിടെ പോയി ഇങ്ങനെ ഇരിക്കാനായിട്ട്. നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഞങ്ങൾ ഇറങ്ങിയതാ തിരിച്ച് ഞങ്ങൾ പോവുകയാണ് കൂട്ടുകാർ. നമ്മളങ്ങനെ തിരിച്ച് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇത് നമ്മുടെ വരുന്ന വഴിക്കുള്ള വ്യൂ ആണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നെല്ലനാട് റോഡാണ്. നമ്മുടെ അതെ, അമ്പലമുക്കിൽ നിന്നും നെല്ലനാട് റോഡ് വരുമ്പോഴത്തേക്കുള്ള വ്യൂ ആണിത്. ഇത് നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് കാണുന്ന ഈ മലഭാഗങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ വെഞ്ഞാറമൂട്, വെള്ളാണിക്കൽ പാറ ആ ഏരിയ ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന പാറകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് അതെ, നമ്മുടെ ഈ നെല്ലനാട് ഇറക്കി വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇറക്കമാണ് കേട്ടോ അവിടെ. അതെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ വേങ്കമലയൊക്കെ കഴിഞ്ഞ് അവിടെ വന്നപ്പോഴത്തേക്ക് ഒരിടത്ത് നോക്കിയപ്പോൾ ഒരു കുടിവെള്ളത്തിന്റെ ഒരു പഴയ ഒരു ഒലിപ്പാണ്. അത് പാറ ഒലിപ്പാണ്. അത് അവർ പഞ്ചായത്ത് കെട്ടി വൃത്തിയാക്കി. ഒരിക്കലും പറ്റില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ആർക്ക് വേണമെങ്കിലും കുടിവെള്ളം ഇല്ലാത്ത സമയത്ത് വന്നെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സൗകര്യത്തിന് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അത് ഞങ്ങൾ അങ്ങോട്ട് പഴയ രീതിയിലുള്ള ഒരുപാട് വീടുകളൊക്കെ കാണുന്നുണ്ട്. അടിപൊളിയല്ലേ, ഗ്രാമപ്രദേശമാണ്.
നമ്മള് ഇത് ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കാണുന്നത് കണ്ടോ, പണ്ടത്തെ രീതിയിലുള്ള കുറേ ഈ വീടുകൾ ഭാഗത്ത് കാര്യങ്ങൾ. ചെറിയൊരു കുന്നൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ വലിയ കുന്നല്ല, ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കൃഷറൊക്കെ ഉണ്ട്. ചെറിയ പിന്നെ ഇത് കുന്നൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വീഡിയോ എടുത്തപ്പോഴത്തേക്ക് പെട്ടെന്ന് കണ്ട കണ്ടത് ഒരു അതാ ടോപ്പ് കാഴ്ചയാണ് കണ്ടോ ഇടിഞ്ഞു കിടക്കുന്നത്. മൺ നമ്മൾ വിചാരിച്ചു ടോപ്പെല്ലാം ഇടിഞ്ഞു കിടക്കണം. ഈ വീട്ടുകാരൊക്കെ എന്ത് സമാധാനത്തിലാണെന്ന് തുരി അവിടെ കിടക്കുന്നത്. അത് ഒന്നും അറിയത്തില്ല. ഇടിച്ചതല്ലല്ലേ? ഇടിച്ചതല്ലെന്നാ തോന്നുന്നത്. എന്താ അറിയാം, അത് എന്താ ഇടിച്ചതാണ്. അറിയത്തില്ലേ? പക്ഷെ ഇത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഇടിച്ചതാണ്. അതും ഇടിച്ചത് തന്നെയാണ്. പക്ഷെ എനിക്ക് എന്താണ് ഇത് ഇവര് പെരയിടത്തിലോട്ട് കയറി പോവാനായിരിക്കും, ആദ്യം മരമൊക്കെ നമ്മൾ മുറിച്ചത്. വിചാരിച്ചു ഇത് ഇടിഞ്ഞു വീണതായിരിക്കും. നമ്മൾ തന്നെ പേടിച്ചു പോയി. ഇതൊന്നും ഇത്രയും ഈ ഫ്രണ്ടിലൊക്കെ ഉള്ള താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ, നമ്മൾ അർജുൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ കേട്ടതല്ലേ. ഇത് ഇങ്ങനെ അവിടെ ഇങ്ങനെ മണ്ണിടിഞ്ഞപ്പോഴത്തേക്കുള്ള അവസ്ഥ. അപ്പോൾ ഇതേപോലെ ഇവരൊക്കെ എന്ത് സമാധാനത്തിലായിരിക്കും ഇവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു പിടുത്തമില്ല. നമ്മളിതായത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഈ ഭാഗം മൊത്തത്തിൽ ഉയർന്ന പ്രദേശമാണ്. ഈ ഉയർന്ന പ്രദേശം ഒരുപാട് വീടുകൾ ഇങ്ങനെ ഇടിച്ചാണ് വെച്ചേക്കുന്നത്. പിന്നെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയർന്ന പ്രദേശം കൂടുതലായതുകൊണ്ട് നമ്മൾ ഏകദേശമുള്ള എല്ലാവരും ഇടിച്ചൊക്കെ തന്നെയാണ് വീട് വയ്ക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇതൊക്കെയായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് ഫോർ വാച്ചിങ്.